ഗതികളുമായിട്ട് വരിക. 30 കൊല്ലം പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് സംഘടനാ രീതികൾ നന്നായിട്ട് അറിയാം. അപ്പൊ സംഘടനാ രീതിയിൽ ചർച്ച ചെയ്ത് കൈകാര്യം ചെയ്യേണ്ട, തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുകയാണ്. അവര് പോലും അറിയാത്ത കാര്യങ്ങൾ, ബന്ധപ്പെട്ട സഹാക്കൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അമറും ഇങ്ങനെ ഉന്നയിക്കുക. എല്ലാവർക്കും വേണ്ടി വാദിക്കുന്ന ഒരാളായിട്ട് അപ്പൊ അങ്ങനെ വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പോയി. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സമീപനങ്ങൾ സ്വീകരിച്ച് സ്വയം പോവുകയാണ് ചെയ്യുന്നത്. പത്രസമ്മേളനം നടത്തി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെയാണ് രാജിവെച്ചു എന്ന് പറഞ്ഞു. പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ രാജിവെക്കുന്ന പ്രശ്നമില്ല. പാർട്ടി സ്ക്രൂട്ടിനി കഴിഞ്ഞു, ജില്ലാ കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനി ആയി. അപ്പം മഹമ്മൂദിന്റെ മെമ്പർഷിപ്പ് ഇല്ലാതെയാണ് ഇവിടെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി സ്ക്രൂട്ടിനി നടത്തിയത്. പിന്നെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ രാജിവെക്കുന്ന പ്രശ്നമില്ല. രാജിവെച്ചു എന്ന് പത്രക്കാരോടൊക്കെ പറഞ്ഞു. കൂടെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ, ഇന്ദിരാദേവി, എന്തിനാണ് അവര് പോയത് എന്നത് അവര് ഒരു മുഴ മുമ്പേ എറിഞ്ഞു എന്നതാണ്. അല്ലെങ്കിലും പോകും, കയ്യിരിപ്പതായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമ്പോൾ നടത്തിയ തൊള്ളരുതായ്മ അന്വേഷിച്ച് അതിന്റെ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പോവാണ് പാർട്ടി ഏരിയ കമ്മിറ്റി. അതൊക്കെ നന്നായി മനസ്സിലാക്കിയപ്പോഴാണ് വേഗം ആമോജിന്റെ കൂടെ പോയത്. ആ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ഇവർ ചെയ്തത്. പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടാണ് മണൽ ലോറിക്ക് കമ്മീഷൻ വാങ്ങൽ തുടങ്ങി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അതൊക്കെ പാർട്ടി വളരെ ഗൗരവമായി എടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോയത്. മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. ഈ രണ്ടുപേരാണ്. പിന്നെ ഇവിടെ പൊതുയോഗത്തിൽ എത്രയാൾ കൂടി, ആരൊക്കെയാണ് കൂടിയെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടവരാണ്. അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അഹമ്മദിനേക്കാൾ വലിയ ആളുകൾ പോയിട്ട് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ പറഞ്ഞു എം പി രാഘവന്റെ കാര്യം, ഗൗരിയമ്മയുടെ കാര്യം. ഗൗരിയമ്മയും എം പി രാഘവനൊക്കെ പോയപ്പോ കോൺഗ്രസുകാരെ പ്രചരിപ്പിച്ചത് എന്താ? ഇനി ഒരു 100 കൊല്ലക്കാലത്തേക്ക് ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല. എം പി രാഘവനൊന്നുമില്ലാതെ ഈ പാർട്ടി അധികാരത്തിലേക്ക് വരികയും ഒരു 100 കൊല്ലക്കാലത്തേക്ക് വരില്ല എന്നുള്ളത്. അതിനുശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 96 അധികാരത്തിലേക്ക് വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെയും അധികാരത്തിലേക്ക് വന്നു. ഇവിടെ ഈ ജില്ലയിൽ തന്നെ പല നേതാക്കന്മാരും, പ്രഗത്ഭരായ നേതാക്കന്മാർ പലരും പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അവരെല്ലാം പോയിട്ടും ഒരു കോറലും ഏറ്റിട്ടില്ല. ആമൂഞ്ഞിനേക്കാൾ പ്രഗത്ഭരായ ആളുകൾ, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകൾ, ചില പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ വന്നപ്പോ സംഘടനാപരമായി യോജിപ്പില്ലാതെ, സംഘടനാപരമായ തീരുമാനം അംഗീകരിക്കാതെ പ്രവർത്തിക്കാതിരുന്നപ്പോ അങ്ങനെ പ്രവർത്തിച്ചപ്പോ അവരെയൊക്കെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ കിഴക്കഞ്ചേരിയിലെ സുകുമാരൻ മാഷ്, ചിലർക്കൊക്കെ അറിയാം, പാർട്ടി ഉണ്ടാക്കിയ ആളാണ് ആ പഞ്ചായത്തിൽ. പോയപ്പോ ആരും കൂടെ പോകാനുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യൻ പോയില്ല. പാർട്ടിയോടൊപ്പം നിന്നു എല്ലാവരും. അതേവരെ ദൈവത്തെ പോലെ കണ്ടതാണ് ജനങ്ങൾ. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോ ഒരു മനുഷ്യൻ കൂടെ പോയില്ല. ഈ ജില്ലയിലുണ്ട് പുറത്തുണ്ട് അനുഭവം, നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. പോകാൻ കഴിയില്ല. ആരുടേതാണ് ഈ പാർട്ടി? ഏതെങ്കിലും ഒരു നേതാവിൻ്റെതാണോ? ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെതാണോ ഈ പാർട്ടി? ഈ പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ. ഈ പാർട്ടി എന്ന് പറയുന്നത് നമ്മളെ വിട്ടുപിരിഞ്ഞ രക്തസാക്ഷികൾ, ഒന്നുമാകാത്തവർ, ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല ചെറുപ്പക്കാർ, 20-25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാർ. എത്ര ആളുകളാണ് രക്തസാക്ഷികളായത്? പാലക്കാട് ജില്ലാ സമ്മേളന നഗരിയിൽ 30 രക്തസാക്ഷികളുടെ ഫോട്ടോകളാണ് നമ്മൾ വെച്ചത്. 30 പേര്, 25 വയസ്സിന് താഴെ പ്രായമുള്ളവർ. സംസ്ഥാന സമ്മേളന നഗരിയിൽ 100 കണക്കിന് രക്തസാക്ഷികളുടെ ഫോട്ടോ വെച്ചു. പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് നടന്നപ്പോ അത് 1000കണക്കിനായി രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ RSSകാരന്റെയും കോൺഗ്രസുകാരന്റെയും മറ്റ് വർഗീയ ഭ്രാന്തന്മാരുടെയും വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും കൊലക്കത്തിക്കരയായി പിടഞ്ഞു മരിച്ച ധീരരായ രക്തസാക്ഷികൾ. പൂക്കോട്ടുകാവിലെ വിനീഷ് തൊട്ടടുത്ത ദിവസങ്ങളിലല്ലേ കൊല ചെയ്യപ്പെട്ടത് RSSകാരുമായിട്ട്. ഗൾഫിലേക്ക് പോകാൻ, പിറ്റേ ദിവസം ഗൾഫിലേക്ക് പോകാൻ
അതിനുള്ള സാധന സാമഗ്രികൾ വാങ്ങി ചെർപ്പളശ്ശേരിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ വഴിമധ്യേ തടഞ്ഞ് ബിനീഷിനെ കൊലപ്പെടുത്തിയ RSSകാരൻ, ചെറുപ്പക്കാരൻ, 24 വയസ്സായ ചെറുപ്പക്കാരൻ, ജീവിതത്തിന്റെ ഒരു സുഖദുഃഖങ്ങളൊന്നും അറിയാത്ത ചെറുപ്പക്കാരൻ. അച്ഛനും അമ്മയുമില്ല, അനാഥരാണ് 3 കുട്ടികൾ. അച്ഛന്റെ പെങ്ങളാണ് അവരെ വളർത്തി മോശമല്ലാത്ത വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും കിട്ടി. ആ വിദ്യാഭ്യാസം നേടി ഓരോ തൊഴിലന്വേഷിച്ച് പോവുകയാണ്. ഇയാൾ ഗൾഫിലേക്ക് പോവുകയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് RSSകാർ DYFIയുടെ പ്രവർത്തകനായി പോയി എന്നൊരൊറ്റ കാരണത്താൽ. ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ ഒന്നും അറിയാത്തൊരു ചെറുപ്പക്കാരൻ, 24 വയസ്സുകാരൻ ബിനീഷ്. അങ്ങനെ എത്ര ചെറുപ്പക്കാർ, എത്ര ധീരരായിട്ടുള്ള സഖാക്കൾ. പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ല, അവരൊന്നും ആയിട്ടില്ല. അവര് പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതൃസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ഒരു ഡയറക്ടറോ ബോർഡ് മെമ്പറോ പോലും ആകാത്ത ചെറുപ്പക്കാരാണ് പിടഞ്ഞു വീണ് മരിച്ചത്. അവരുടേതാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ഞാനും നിങ്ങളും ആര് വിചാരിച്ചാലും സാധിക്കില്ല. ആ രക്തസാക്ഷികളുടേതാണ് ഈ പ്രസ്ഥാനം. അവര് ശക്തിപ്പെടുത്തുന്നതാണ് ഈ പ്രസ്ഥാനം. അവര് വളർത്തിക്കൊണ്ടുപോകുന്നതാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ഞാനും നിങ്ങളൊക്കെ അതിന്റെ മീതെ കയറിയിരുന്ന് സുഖം അനുഭവിക്കുകയാണ്. നമ്മുടെ പൂർവികന്മാർ 10, 40, 50 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളുകൾ വഴിയിലൂടെ നടന്ന് കിലോമീറ്ററുകൾ നടന്നുപോയി യോഗം നടത്തി, പാർട്ടി ക്ലാസ് എടുത്ത്, ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭങ്ങളിൽ അണിനിരത്തി. അച്ചുവേട്ടൻ ഓങ്ങല്ലൂരിൽ നിന്ന് വന്നില്ല ഇവിടെ സമരം നയിക്കാൻ. അതുപോലെ എത്രയോ നേതാക്കന്മാരും സഖാക്കളും രാവും പകലും നടന്ന് പട്ടിണി കിടന്ന് വിഷമിച്ച് ത്യാഗം സഹിച്ച് കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഞാനും നിങ്ങളൊക്കെ അതിൽ മെമ്പർമാരാകുന്നു, പഞ്ചായത്ത് മെമ്പറാകുന്നു, പ്രസിഡന്റാകുന്നു. ഞാൻ 2 വട്ടം MLA ആയി. ഇങ്ങനെ നമ്മളൊക്കെ അതിന്റെ സുഖം അനുഭവിക്കുകയാണ്. അവരൊക്കെ ത്യാഗം സഹിച്ചുണ്ടാക്കി ഈ പ്രസ്ഥാനത്തിന്റെ സുഖം നമ്മളൊക്കെ അനുഭവിക്കുന്നല്ലേ. നമ്മൾ എന്ത് ത്യാഗം സഹിച്ചിട്ടാ? ഒരു ദിവസം രാത്രി വീട് വിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ടുണ്ടാവുമോ? ഇല്ല. അവർ വീടുകളിൽ കിടന്നുറങ്ങിയ ദിവസം ആണ് എണ്ണാൻ എളുപ്പം. കുറച്ചു ദിവസം വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവൂ. പാർട്ടി നിരോധിച്ചപ്പോൾ ഒളിവിൽ പോയി പ്രവർത്തിച്ചവർ, പാർട്ടി യോഗങ്ങൾക്ക് കിലോമീറ്ററുകൾ നടന്നുപോയി യോഗം നടത്തി അവിടെ കിടന്ന് പിറ്റേ ദിവസം അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് യോഗം നടത്താൻ പോവുക. മുഷിഞ്ഞ മുണ്ടും ഷർട്ടും അത് എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കിയിട്ടൊന്നും വീട്ടിൽ നിന്ന് നല്ല തേച്ച് വടിവത്ത ഷർട്ടും മുണ്ടുവിട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ മുകളിൽ കയറിയിരുന്നതിന്റെ സുഖം അനുഭവിക്കുക. എന്നിട്ട് എനിക്ക് ഇന്നത് കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? അത്രയും കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പലരും ഇപ്പോ ജീവിച്ചിരിക്കുന്ന പലരും ഉണ്ടല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത 40, 50 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകൾ, അവരുമില്ലേ ഈ പാർട്ടി? എന്നിട്ട് ഇത്രയൊക്കെ അംഗീകാരവും പരിഗണനയും ഈ പാർട്ടി കൊടുത്തപ്പോ അതിനെയൊക്കെ പുറംകാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ച് കോൺഗ്രസ് ആയിരുന്നു. ഇനി എന്തെങ്കിലും വേറെ കിട്ടുമോ എന്ന് ചിന്തിച്ചിട്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാൻ ചില വ്യക്തികൾക്ക് സാധിക്കും. അങ്ങനെ ചില വ്യക്തികൾ പോയാൽ ഈ പ്രസ്ഥാനം ഇല്ലാതാകുമോ? അപ്പൊ മാർക്സ്, എംഗൽസും കൂടി